ഹായ് ഹലോ എല്ലാവർക്കും ആര്യസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണാറശാലയ്ക്കൊരു യാത്രയുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അത് വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 3 മണിയാകുമ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ട് കമ്പനിയിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടേക്കാണ്, അമ്മനാടായിട്ട് വെങ്ങളം. അവിടെ പോയിട്ട് ഞങ്ങളവിടെ ഒരു മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് എന്തോ വണ്ടീൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത്ര നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവർ പഞ്ച് ഔട്ട് ചെയ്ത് ഒരു 4 മണിയാകുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഒന്നാമത് റോഡ് പണിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ബ്ലോക്കും കാര്യങ്ങളാകുമ്പോൾ മക്കളുണ്ട് വണ്ടിയിൽ. അപ്പോൾ എല്ലാം കൂടി ഒരു എന്താ പറയുക, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സീനായി പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് പിന്നെ നേരെ പോയത് അവരുടെ വൈഫ് തൊണ്ടയാടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ജിസ്ന എന്നാണ് പേര്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കിട്ടി കേട്ടോ. കമ്പനിയിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ നല്ല ബ്ലോക്ക് കിട്ടി. പിന്നെ കുറേ ഷോട്ടൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ തൊണ്ടയാട് എത്തിയിട്ടുണ്ടായിരുന്നത്. അവളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവളെയും പിക്കപ്പ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോവുക ചെയ്തത്. ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. കാരണം നമ്മൾ വെറുതെ യാത്ര ചെയ്യുന്ന വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ ചോദിച്ച് നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തു. ഇതിപ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ എന്താണ് വാക്കിംഗ് ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സർക്കിളിൽ എന്താ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. ഫുള്ള് AC ആണ് കേട്ടോ. അത് തന്നെ അതിനെ എന്താ പറയുക നല്ല ഭംഗിയിൽ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഇങ്ങനെ യാത്ര പോവുകയാണ്. പിന്നെ ഞാനിതിൽ ഫുള്ള് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. കാരണം ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലാൻ ചെയ്തേക്കുന്നത് മണ്ണാറശാല എത്തിയിട്ട് വരെയുള്ള കാര്യങ്ങളാണ്. മണ്ണാറശാലയിൽ നിന്ന് റിട്ടേൺ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വീഡിയോ കുറേ ലെങ്ത് ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറേ മുന്നോട്ട് വന്നത് ആ സൈഡിലൊക്കെ കണ്ടോ, അതൊരു ചർച്ചാണ്. ഫുള്ള് ക്രിസ്മസ് ആയതുകൊണ്ടുള്ള ഭയങ്കര രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ടടുത്തുള്ളൊരു കടയാണ്. അതിന് മുന്നിലായാലും എവിടെ നോക്കിയാലും വളരെ ലൈറ്റ് കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഭംഗിയിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പെട്രോൾ പമ്പാണ്. അതിൻ്റെ മുന്നിൽ ക്രിസ്മസ് ട്രീ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി കുറേ നേരം തന്നെ 2-3 പെട്രോൾ പമ്പുകളിലും അതേപോലെ ഷോപ്പുകളിലൊക്കെ ഇതേ രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇതാണ്ട് വലിയൊരു പള്ളി വേറെയുന്നു അവിടെയും ഉണ്ട് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ. ബട്ട് ഏത് സൈഡിൽ എങ്ങോട്ട് നോക്കിയാലും ക്രിസ്മസിൻ്റെ കാര്യങ്ങളാണ്. കോഴിക്കോടൊക്കെ ക്രിസ്മസിൻ്റെത് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇത്ര വിപുലമായിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, വരുന്ന വഴിക്കൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറേ ഇങ്ങ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശപ്പായപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ ലച്ചുമോൾ ആദ്യം തന്നെ ജിസ്ന ലച്ചുമോളെ കൈകാര്യം ചെയ്തു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ജിസ്നയുടെ ഒക്കത്ത് കയറി അവളാണ് കൈ കഴിച്ചു കൊടുക്കാനൊക്കെ. അപ്പോൾ അവർ നല്ല ഫ്രണ്ടായിട്ടോ ആ സമയം കൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ വെള്ളയപ്പവും അതേപോലെ ക്രാബ് ഫ്രൈ അതുപോലെ ചിക്കൻ കൊണ്ടാട്ടം അതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഏട്ടനും മോളും ദോശയാണ് കഴിച്ചത്. അതുപോലെ ജിസ്നയും പുലാട്ടനും ദോശയും ബാജിക്കറിയാണ് കഴിച്ചത്. മോന് മീനില്ലാത്ത പറ്റേയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മോനൊന്നും നോമ്പെടുത്തിട്ടില്ലായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഇത് പാലിയേക്കര ട്രോളാണ് കേട്ടോ. അപ്പോൾ നല്ല സെറ്റപ്പാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൂടെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ 5 വർഷമായി അവളുടെ അടുത്ത് പോയിട്ട്. 5 വർഷത്തിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. കാരണം ഞങ്ങൾ വീട്ടിൽ ആരും ഇല്ലാണ്ട് പോകത്തൊന്നുമില്ല. അപ്പോൾ അച്ഛനും അമ്മയും പോകുമ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുക അങ്ങനെയൊക്കെയാണ്. പിന്നെ മക്കളെ കൊണ്ട് ഇത്ര ദൂരം പോകുന്ന റിസ്ക്കും അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ 5 വർഷത്തോളമായി അവിടേക്ക് പോയിട്ട് കേട്ടോ. പിന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അവരും പിള്ളേരും വീട്ടിൽ വന്നിട്ട് 1 മാസമൊക്കെ നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള യാത്ര വേണ്ടി വരലില്ല. അവരിങ്ങോട്ട് എപ്പോഴെപ്പോഴും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള യാത്രയും കുറയും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പോവാതിരുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പോകുന്ന അന്ന് നേരെ കൊല്ലത്ത് പോയിട്ട് അവളുടെ അടുത്ത് താമസിച്ചിട്ട് മണ്ണാറശാല പോകാമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ഇറങ്ങുമ്പോഴേ ലേറ്റായി. അപ്പോൾ നമ്മൾ അവിടെ എത്താനും ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവിടേക്ക് വരുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്കാട്ടോ പോയത്. ആലപ്പുഴ റൂം എടുത്തു. അപ്പോൾ ആ റൂം എടുത്ത സമയത്തൊക്കെ ലച്ചുമോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റൂം എടുത്ത് വന്ന് അവിടെ താമസിച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ എന്നോട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അത്രയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ടാളെയും ഡ്രസ്സൊക്കെ മാറ്റിച്ചതാ രണ്ടാളും ഇവിടെ ഇരിക്കുക കേട്ടോ. ലച്ചുമോൾ ഇനി മുഖത്തുള്ള എന്താ പറയുക ഒരുക്കത്തിനായിട്ട് ഇരിക്കുക കേട്ടോ.
നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ മതിയായിട്ടുണ്ട്. എന്നോട് കുറേ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി. പിന്നെ ഏട്ടൻ പോയിട്ട് കറന്ന് ഞങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോളെ, അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങുകയാണ്. രണ്ടാളും ഡ്രസ് കോഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ദിവ്യേട്ടനും റൂമെല്ലാം പൂട്ടി. അപ്പോൾ ഞങ്ങൾ പതിയെ അമ്പലപ്പുഴയ്ക്കാണ് കേട്ടോ പോകുന്നത് ആദ്യം. കാരണം അമ്പലപ്പുഴ പോയിട്ട് മണ്ണാറശാല പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് അമ്പലപ്പുഴയ്ക്കാണ് ആദ്യം പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഏട്ടൻ തന്നെയാണ് ഡ്രൈവിങ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഡ്രൈവിങ് ഏട്ടനാണ്. അപ്പോൾ റിട്ടേൺ വരുമ്പം ദിവ്യേട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും ബാക്ക് സീറ്റിലിരുന്നു. പിന്നെ ജസ്റ്റിനെയും ദിവ്യേട്ടനും ഞാനും ഏട്ടനാണ്. എനിക്ക് അധികം ബാക്ക് സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ നല്ല രീതിയിൽ വോമിറ്റ് ചെയ്യും. പിന്നെ വീഡിയോസൊക്കെ എടുക്കാത്തതിൻ്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം വോമിറ്റ് ചെയ്യും കേട്ടോ ഫോണൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. അതോടുകൂടിയാണ് ഇതിപ്പോൾ കുറേയൊക്കെ ജസ്റ്റിനെ എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് അമ്പലപ്പുഴ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മിനി ഗുരുവായൂർ തന്നെയാണ്. കാരണം ഗുരുവായൂരിൽ ആരും നടപ്പന്തലും അതേപോലെ തന്നെ രണ്ട് സൈഡിൽ ഒരുപാട് കടകളും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ സ്നേഹയുടെ കൈയും പിടിച്ചിട്ട് അവൾ നല്ലോണം മുന്നിൽ ജോളി അടിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റി കേട്ടോ. പിന്നെ അവിടുന്ന് മുല്ല ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നല്ല മണമുള്ള മുല്ല കേട്ടോ. അപ്പോൾ 80 രൂപയും കാണുന്നുണ്ട് മുല്ലയ്ക്ക് ഒരു മുളത്തിന് അവിടെ. എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഒരു മുളം വാങ്ങിച്ചു കേട്ടോ. കാരണം അവൾക്ക് ലച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുല്ല വെച്ച് അണിഞ്ഞൊരുങ്ങി പട്ടുപാടൊക്കെ എടുത്ത് പോകാൻ. ലച്ചുമോൾക്ക് നല്ല ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് മുല്ലപ്പൂ വാങ്ങി. അവൾ ഭയങ്കര കളിയിലാണ് കേട്ടോ. അവൾ കളിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്ന് തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവൾ കുഞ്ഞു തലയില്ല, അപ്പോൾ അവൾക്കൊരു മുളൊന്നും വേണ്ട. അവൾക്ക് വെച്ചപ്പോൾ ഒരു ചെറിയ പീസ് ബാക്കി വന്നപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്കിതൊന്ന് വെച്ച് തരും. കാരണം ഞാൻ ജസ്റ്റ് മുടി ഇങ്ങനെ ഒന്ന് വെറുതെ കെട്ടിയിട്ടുള്ള ഒന്നാമത് അമ്പലത്തിലാണ്, രണ്ടാമത് മുടി ഉണങ്ങിയിട്ടില്ല. അപ്പോഴ് ഏട്ടനൊന്ന് വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അതും ജസ്റ്റിന് അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് മണലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ ഇളം വെയിലൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അവിടേക്ക് അവരവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങളെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് പോകണമല്ലോ, അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് കുളമുണ്ട്, അവിടെ കുളത്തിൽ കാല് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് ചേച്ചി ഇറങ്ങിക്കോ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല, എങ്കിലും ഞാൻ ഇറങ്ങി. അവളെ അവർ പറയുന്നുണ്ട് കേട്ടോ നല്ലോണം പിടിച്ചിറങ്ങണം, കാരണം നല്ല വഴുക്കുണ്ട്, താഴത്തെ സ്റ്റെപ്പിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല വഴുക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അമ്പലത്തിൽ കാലൊക്കെ കഴുകി ഒന്ന് ചുറ്റി വരുമ്പോൾ അപ്പുറത്ത് ആന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചുമോൾക്ക് ഞാൻ വരുന്ന വഴിക്ക് ഗുരുവായൂർ വരണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് ക്യാൻസൽ ആയതുകൊണ്ട് എനിക്ക് ലച്ചുമോൾ ആനേനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആനേനെ കണ്ടപ്പോൾ വേഗം അവളെ എടുത്തുകൊണ്ട് ആനേൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവളവിടെ നിന്ന് ആനേനെയൊക്കെ കണ്ട് ഇപ്പോൾ 2 പ്രാവശ്യം വീഡിയോ എഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കാലൊക്കെ കഴുകി ആനേനെയൊക്കെ കണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പാൽപ്പായസത്തിൽ ചോദിച്ചപ്പോൾ എന്തായാലും ലേറ്റാവും, 1 മണിക്ക് ശേഷമേ പാൽപ്പായസം കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. കാരണം അതാണ് കേട്ടോ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു നഷ്ടം. കാരണം അത്രയും പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാനുള്ള യോഗമല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ തിരിച്ച് പിന്നെ നേരെ ഫുഡ് കഴിക്കുക. രാവിലെ ചായ കുടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചായ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ, അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. ഞങ്ങളവിടെ നിന്ന് ലോട്ടറി ഉണ്ടായിരുന്ന 2 ലോട്ടറിയൊക്കെ എടുത്തു. പിന്നെ മുക്കൊക്കെ കളിക്കുന്ന ചെറിയ 2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പോരുകയാണ് കേട്ടോ ചെയ്തത്.
ഷോപ്പിൽ കയറിയപ്പോഴെന്താണ് വെള്ളയപ്പം നൂൽപുട്ട് അങ്ങനെ വരേണ്ടുന്ന പൂരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റിന് നൂൽപുട്ട് വാങ്ങിച്ചു, കടലക്കറിയുണ്ട്, ചട്നി ഉണ്ട്, അതുപോലെ 2 തരം ചട്നി ഉണ്ട് കേട്ടോ, പിന്നെ എന്തൊരു മസാലയൊക്കെ ഉണ്ട്. ഞാൻ അവിടുന്ന് ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. അപ്പോൾ 2 ഇഡ്ഡലി അതേപോലെ ഒരു വട അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുമോളും ഞാനും അതാണ് കഴിച്ചത്. പിന്നെ ഏട്ടനും അവരൊക്കെ പൂരിയും വട ഇഡ്ഡലി അങ്ങനെയൊക്കെ വാങ്ങിയവരുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ നേരെ മണ്ണാറശാലയ്ക്കാണ് കേട്ടോ പോയത്. ഇതാണ് കേട്ടോ മണ്ണാർശാല. അവിടെ ജംഗ്ഷനാണ് കേട്ടോ. അവിടെ നിന്നാണ് ബസ്സൊക്കെ വന്ന് തിരിക്കാറ്. ഇതാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ ഞങ്ങൾ പാർക്കിങ്ങിലായിട്ടാണ് കേട്ടോ നേരെ പോയത്. അപ്പോൾ കാറൊക്കെ അവിടെ വെച്ചു. പിന്നെ ഞാൻ അവിടുന്ന് മക്കൾക്ക് 2 പേർക്കും 2 പട്ടോ അതുപോലെ തന്നെ സർപ്പരൂപവും വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾ അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. ജസ്റ്റിന് അതേപോലെ അവൾക്കും കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും അത് എല്ലാം വാങ്ങിച്ച് അവളും വരികയാണ്. ഞങ്ങൾ കയറുമ്പം തന്നെ ദിബിലേട്ടനാണ് കേട്ടോ കണ്ടത്. നാഗത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്ന് ഞാൻ ആദ്യം നോക്കി, പക്ഷേ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നല്ല സ്വർണ്ണ കളറിലുള്ള ഒരു രൂപമായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടത്. പിന്നെ തൊഴുത് ഞങ്ങൾക്ക് ഭാഗ്യമാണത്, ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയെന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നട തുറന്നപ്പോൾ അതെല്ലാം കണ്ട് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് മക്കൾക്ക് തുലാഭാരം തൂക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഞാൻ തുലാഭാരം തൂക്കി ശർക്കര കൊണ്ടാണ് കേട്ടോ. അപ്പോൾ മോനും അതേപോലെ തന്നെ മോൾക്കും തുലാഭാരമൊക്കെ തൂക്കി. അപ്പോൾ അവനാദ്യം പേടിയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആളങ്ങ് ഇരുന്നപ്പോൾ പിന്നെ ഭയങ്കര ചിരിയാട്ടോ. അതിനിടയ്ക്ക് ഞാനത് സ്കിപ്പ് ചെയ്താണ്. ആൾ ഭയങ്കര ചിരിയായിരുന്നു. അവിടെ കയറി ഇരുന്ന് ഇങ്ങനെ ആട്ടും, അറിയത്തില്ലല്ലോ, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോഴവിടെ കുറേ പേരുണ്ട് കേട്ടോ അതുപോലെ തുലാഭാരം തൂക്കാനായിട്ട് വരിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തുലാഭാരമൊക്കെ തൂക്കി. മോളത്തും അതേപോലെ ചെയ്തു. പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പൂപ്പൻ കാവ് അതുപോലെ 2-3 കുളങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു കുളം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല, കാരണം ജിസ്നെ അവർക്ക് എന്തൊക്കെയോ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മേനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മേനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങളത് വേഗം കണ്ട് അനുഗ്രഹം വാങ്ങി അവർ വരുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു കേട്ടോ, കാല് കഴിഞ്ഞിട്ട്. അപ്പോൾ ജിസ്നയും ദിബിലേട്ടൻ വരുന്നവരെ ഞങ്ങളവിടെ നിന്ന് ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾ അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഏട്ടൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കെട്ട് നിറച്ച് പോകുന്ന അയ്യപ്പന്മാരെ കണ്ടു. പിന്നെ അവർ വേഗം വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ 100 പാലും ഇതാക്കിയിട്ടുണ്ടായിരുന്നു, ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തപാൽ വഴി വരികയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അഡ്രസ്സ് എഴുതി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ജിസ്നും ദിബിലേട്ടനും അവിടെ പോയപ്പോഴേക്കും മോളും ഏട്ടനും മോനും അവിടെ ഫ്രണ്ടിലൊരു കുളം ഉണ്ടല്ലോ, അവരതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ശരിയെ വീട്ടിലേക്ക് കേട്ടോ പോയത്. അപ്പോൾ എന്നെ എത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മളെ മണ്ണാർശാല ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് അത്ര തിരക്കില്ല, തൊഴുത് ഇറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഇനിയിപ്പോൾ അവളെ വീട്ടിലേക്ക് പോകാനുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട്, അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് വീഡിയോ ഭയങ്കര ലെങ്തി ആയതുകൊണ്ടാണ് 2 വീഡിയോസായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.